ഹലോ ഗൈസ്, എല്ലാവർക്കും GL ഫോർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ്. എന്താ വെച്ചാൽ ഒരു പ്രാവിന് ചെറിയൊരു കൂട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കൂട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൂൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ഇവിടെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളെ ആളിതാണ്, സ്റ്റൂൾ ഇതാണ്. അപ്പോൾ ഈ സ്റ്റൂളിൻ്റെ രണ്ട് ഭാഗവും പൊട്ടിയാണ്, പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. സ്റ്റൂളിൻ്റെ ആദ്യത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഈ രണ്ട് സൈഡിൽ അതേപോലെ ഇപ്പുറമുള്ള രണ്ട് സൈഡിലും കൂടി ആയിട്ട് ഒരു 4 പീസ് അടിച്ചു കൊടുക്കണം. വെച്ചാൽ ഈ സ്റ്റൂളിൻ്റെ ഉള്ളൊരു ഓവൽ ചെറിയ വളവ് തിരിവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് അടിക്കുന്നത്. വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 4 പീസ് അടിച്ചു കൊടുക്കുക ചെയ്യണം. അതിൻ്റെ അളവ് ഞാൻ ഈ സ്റ്റൂളിൻ്റെ അളവ് എത്ര 13 ഇഞ്ച് അതേപോലെ 8 ഇഞ്ച് അങ്ങനെ ഒരു അളവാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അലൂമിനിയത്തിൻ്റെ സ്ക്വയറാണ്. അതേപോലെ വുഡൻ്റെ ഇതേപോലത്തെ സ്ക്വയർ യൂസ് ചെയ്താലും മതി. ഇതേപോലെ നീളമുള്ള മരത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഈ 4 പീസ് നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട്, അലൂമിനിയം ആയതുകൊണ്ട് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ 1/4 ഇഞ്ച് സ്ക്രൂ ഉള്ളോട്ട് ചെയ്ത് ടൈറ്റ് ആക്കുക. നമ്മൾ ഏറ്റവും അറ്റത്താട്ടോ ചെയ്യുന്നത്, ഏറ്റവും അടിഭാഗത്ത്. കാരണം തട്ടിന് ഹൈറ്റ് കിട്ടാൻ വേണ്ടി 2 തട്ടാണല്ലോ കൂടെ, അപ്പോൾ ഹൈറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിഭാഗത്ത് ചെയ്യുന്നത്. ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ 2 സ്ക്രൂ അല്ലെങ്കിൽ 3 സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. അതന്നെ മതിയാവും, കാരണം പ്രാവിന് നിൽക്കാനുള്ള തട്ടിൻ്റെ സെറ്റപ്പിനൊക്കെ അതന്നെ മതി. അപ്പോൾ 1/4 ഇഞ്ച് സ്ക്രൂ നമ്മൾ ചെയ്ത് അങ്ങനെ 4 ഭാഗത്തും നമ്മൾ പീസ് അടിച്ച് കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു തട്ടിട്ട് കൊടുക്കണം. അതൊരു പ്ലൈവുഡിൻ്റെ പീസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പലക കൂട്ടിച്ച പീസാണെങ്കിലും അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൂളിൻ്റെ ബെൻഡ് നമ്മൾ ഈ പ്ലൈവുഡിൻ്റെ പീസിന് കറക്റ്റായിട്ട് ബെൻഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഗ്യാപ്പായി പോകുമല്ലോ. അപ്പോൾ നമ്മൾ ആ ബെൻഡ് റെഡിയായി കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റൂളിൻ്റെ അടിഭാഗത്തുള്ള ബെൻഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ചെയ്യണം. അപ്പോൾ അടിഭാഗം കുറച്ച് വീതി കൂടുതലാണ്, തട്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കുറച്ച് കുറയും. അപ്പോൾ അടിഭാഗത്ത് മാർക്ക് ചെയ്ത പീസിൽ നിന്ന് കുറച്ച് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് കുറച്ചതിൻ്റെ ശേഷം നേരെ ആ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിലൊന്ന് വെച്ച് നോക്കുക, എന്താ സ്ഥിതി സെറ്റാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ വെച്ച് നോക്കിയതിൻ്റെ ശേഷം ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസ് ഇട്ട്, കാരണം ഇത് ഫിക്സഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സാധനം കയറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയാണ്. നമ്മൾ ആദ്യം സെറ്റായി കിടക്കണ ഒരു സാധനം ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസ് കയറ്റി കൊടുക്കുക കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ ലേശം ലൂസ് അധികം ഇട്ടിരുന്നു. എന്നിട്ട് പ്ലൈവുഡിൻ്റെ മുകളിൽ അതേപോലെ വെച്ച് വരച്ചതിൻ്റെ ശേഷം അത് കട്ട് ചെയ്യണം. അപ്പോൾ 4 കോണ് ചെറുങ്ങനൊരു സ്റ്റൂളിൻ്റെ ആകൃതിയിലേക്ക് ആക്കിയെടുക്കാനേ ഉള്ളൂ, വേറെ വലിയ പണിയൊന്നുമില്ല. വേറെ നമ്മൾ സാധാ സ്ക്വയർ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് അത് കയറാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വീഡിയോയിൽ കാണാൻ. വെച്ചാൽ കുറച്ച് ലൂസ് ഇടേണ്ടി വന്നു, അങ്ങനെ കറക്റ്റ് ലൂസ് ഇട്ട് അങ്ങനെ സെറ്റായി. അപ്പോൾ പിന്നെ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല, കാരണം ഇട്ടപ്പോൾ തന്നെ ഏകദേശം റെഡിയായി. പിന്നെ നമ്മൾ ജസ്റ്റ് ഇളകി പോകണ്ടെന്നുള്ള ലെവലിൽ 2 സ്ക്രൂ ചെയ്താണ്. അടുത്തതായിട്ട് നമുക്കുള്ള പരിപാടി പറഞ്ഞാൽ നെറ്റ് അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ 3 ഭാഗം നെറ്റ് അടിക്കാനാണ് ഉദ്ദേശിച്ചത്, ഡോറിൻ്റെ ഒരു സൈഡും. അപ്പോൾ നമ്മൾ നെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ നട്ടും ബോൾട്ടും ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നട്ടും ബോൾട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നെറ്റിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്തിട്ട് നെറ്റിൻ്റെ 4 ഭാഗത്തും ഒരു ആപ്പിൾ പെട്ടിൻ്റെ ഒക്കെ, മരത്തിൻ്റെ ചെറിയ ആപ്പിൾ പെട്ടിൻ്റെ ഒക്കെ ചീള് കട്ട് ചെയ്തിട്ട്, നീളത്തിൽ ചീള് കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുത്ത് നമുക്ക് അവിടേക്ക് വേണ്ട 4 പീസും കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ശേഷം ഈ ചീള് നെറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് സെറ്റാക്കിയതിൻ്റെ ശേഷം ചീള് അടിഭാഗത്ത് ആദ്യം നമ്മൾ അടിഭാഗത്ത് അടിച്ചു കൊടുത്ത് ചെറിയൊരു പറ്റുമാതിരി കട്ട് ചെയ്തിട്ട് അത് ആദ്യം അടിഭാഗത്ത് വെച്ചിട്ട് പുറമെന്ന് 1/4 ഇഞ്ച് സ്ക്രൂ ചെയ്താൽ കുറേ ഉള്ളോട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി 1/2 ഇഞ്ച് സ്ക്രൂ, അതിന് ചെറിയ സ്ക്രൂ യൂസ് ചെയ്ത്. അപ്പോൾ വല്ല ഉള്ളോട്ടുണ്ടായി കഴിഞ്ഞാൽ പ്രാവിൻ്റെ
അവിടെ ഇവിടെയൊക്കെ മുറിയാനുള്ളൊരു ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ വല്ലാതെ പുറത്തേക്ക് ഇല്ലാതെ സ്ക്രൂവിൻ്റെ ആ ഒരു കൂർപ്പ് കുറച്ച് പുറത്തേക്ക് ഒരു അല്പം ചാടുന്ന പോലത്തിലാണ് ചെയ്തത്. ഓവർ ചാടി കഴിഞ്ഞാൽ പ്രാവൾക്ക് പരിക്കൊക്കെ പറ്റാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഉള്ള ഒരു പരിപാടി പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ അളന്നിട്ട് സെൻറ്ററിൽ ഒരു പീസ് വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ നമ്മൾ 3 പീസ് വെച്ച് കൊടുത്ത് വെച്ചാലും സെൻറ്ററിൽ ഒരു തട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സെൻറ്ററിലെ തട്ട് ഇതേപോലെ തന്നെ നമ്മൾ താഴെ ചെയ്ത മാതിരി തന്നെ 2 ഭാഗം സ്ക്രൂ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്യുന്നപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അടുത്ത പരിപാടി പറഞ്ഞാൽ ഇതിന് തട്ട് വെക്കണം. ഈ സെൻറ്ററിലുള്ള പീസിന് ഒരു തട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിലുള്ള പീസിന് തട്ട് വെക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കൂടി മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ പീസ് എടുത്തിട്ട് മുകളിൽ വെച്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് അത് മുകളിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ അത് സെൻറ്ററിലായതുകൊണ്ട് കുറച്ച് അടിയിലേക്ക് ഒരു ഇതിടേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് അടിയിലേക്ക് ഒരു ലേശം കനം കൂട്ടി വെച്ചാൽ നമ്മളവിടെ മാർക്ക് ചെയ്തതിനെക്കാട്ടി ഒരു അല്പം കനം ഇതിൽ കൂട്ടി. അപ്പോഴുള്ള നമുക്ക് സെൻറ്ററിൽ തട്ട് റെഡി ആയിക്കുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ തട്ട് ഏകദേശം സെറ്റ് ആയി. നമ്മൾ ആ അടിയത്ത് പ്രശ്നം വന്നുകൊണ്ട് ആദ്യം മുകളത്ത് എന്താക്കിയാണ് കുറച്ച് ലൂസ് ഇട്ടാണ്. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ലൂസ് ഇടാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട ഇതിനൊരു ഡോർ പീസ് ചെയ്യാനാണ്. അപ്പോൾ ഡോർ പീസ് ചെയ്യാൻ നമ്മൾ ചട്ട ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് നടുവിലൊരു ഹോൾട്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് ചെയ്ത് അപ്പോൾ അത് മാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഈ രണ്ട് ഓപ്പൺ സ്പേസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് എന്താ വെച്ചാൽ ഈ തട്ട് എവിടെ വരുന്നതെന്നുള്ളതിനനുസരിച്ച് നമുക്ക് ചെറിയൊരു കവാടം കൊടുക്കാണ്ട് ഈ പ്രാവിന് കയറാനും ഇറങ്ങാനൊക്കെ പോകാൻ ചെറിയൊരു ഡോറ് പോലെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ മെയിൻ ഡോറാണ്. പക്ഷേ ഈ ഡോറ് കൂടാതെ ഉള്ളോട്ട് കയറാനും ഇറങ്ങാൻ നമ്മൾ തുറന്നിട്ട് പോറ്റാണല്ലോ. അപ്പോൾ ഈ കാക്ക അങ്ങനത്തെ ചെറിയ ഈറ്റകൾ ഉപദ്രവിക്കുന്ന പക്ഷികളൊന്നും പെട്ടെന്ന് ഉള്ളോട്ട് കയറരുത്. അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങനത്തെ ഒരു ഹോളാണ്. അപ്പോൾ ചെറിയ ഹോളിലൂടെ എല്ലാത്തിനും കയറാൻ ഒരു പേടിയിരിക്കും. അപ്പോൾ പ്രാവളെപ്പോഴും സേഫ് ആയിരിക്കും ചെറിയ ഹോളാകുമ്പോൾ. നമ്മളത് ചട്ടയിലൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് ഫുള്ള് ചട്ടയിൽ തന്നെ വരച്ച് നിന്നിട്ട് ആദ്യം ഡോറിൻ്റെ പീസ് ACB ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്ത്. അപ്പോൾ ACB ഷീറ്റ് ഞാൻ കറക്റ്റായിട്ട് വരച്ച് അതേപോലെ തന്നെ കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ ചട്ടൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു ചെറിയ കവാടത്തിൻ്റെ പീസ് പോലത്തെ പീസ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് തന്നെ വരച്ചെടുത്ത് ഉണ്ട്. കട്ട് ചെയ്ത് വെച്ച് പീസ് ഉണ്ട്. ആ പീസ് പ്ലൈവുഡിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് വരച്ച് ACBൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് വരച്ചിട്ട് അതേപോലെ 2 കവാടം മാതിരി കട്ട് ചെയ്ത് അത് വലിയ കുഴപ്പമില്ലാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടീന്. ഈ ചെറിയൊരു ബെൻഡ് ഉള്ളതുകൊണ്ട് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ എക്സോ ഫ്രെയിമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാണ്. പിന്നെ ഇനി വിജാഗിരി അടിക്കാനുള്ളൂ. അപ്പോൾ വിജാഗിരി മുകളിൽ താഴത്തായിട്ട് 2 വിജാഗിരി അടിച്ചെടുത്ത് 3 ഇഞ്ചിൻ്റെ എന്നിട്ട് അത് സ്റ്റൂളിൻ്റെ മുകളിലേക്ക് സ്ക്രൂ ചെയ്ത് നമ്മളിത് സ്ക്രൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ഉള്ളോട്ട് കുറച്ച് അധികം 3/4 ഇഞ്ച് സ്ക്രൂവിൻ്റെ കൂർപ്പുണ്ടാവും. ചിലൊരു 1/2 ഇഞ്ച് സ്ക്രൂ നമ്മൾ ചെയ്ത് പക്ഷേ അതിൻ്റെ കൂർപ്പ് എന്നാലും കുറച്ച് ഉള്ളോട്ടുണ്ട്. അപ്പോൾ ഈ ഡോറിൻ്റെ മുകളിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തുറക്കുമ്പോൾ അടിക്കുമ്പോഴൊക്കെ നമ്മളെ കൈ തട്ടാനോ അതേപോലെ പ്രാവിന് പെട്ടെന്ന് അപകടം പറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ അത് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ആ സ്ക്രൂവിൻ്റെ കൂർപ്പുള്ള ഭാഗം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പോക്കി ഒന്ന് പ്ലെയിൻ ആക്കി. കാരണം പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാകും. കാരണം പരിക്കൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ 4 ഇഞ്ച് 3/4 ഇഞ്ചിൻ്റെ മരത്തിൻ്റെ പീസ് എടുത്തിട്ട് ഡോറിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കട്ട് ചെയ്ത് വെച്ച കവാടത്തിൻ്റെ ചെറിയ പീസ് ചെരിച്ച് കൊടുത്തു. കാരണം പ്രാവിന് നിൽക്കാനോ ഇറങ്ങാനൊക്കെ ഡയറക്റ്റ് അതിലേക്ക് ഒന്ന് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്നിട്ട് ഉള്ളോട്ട് കയറാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ പായാക്കി കളയേണ്ട ആവശ്യമില്ല സ്റ്റൂള്. പ്രാവിനൊക്കെ നല്ല സൗകര്യമുണ്ട് കൂട്ടിൽ നിൽക്കാൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ച് നല്ലൊരു ഐറ്റാണ് ഫ്രണ്ട്സ്. ചില വീടിൻ്റെ മുകളിലൊക്കെ നമുക്ക് വെച്ച് തുറന്നിട്ട് പോറ്റാൻ പറ്റിയ ഐറ്റാണ് ഈ സ്റ്റൂളിൻ്റെ ഫ്രൗഡ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.